ഈ ആവശ്യം ഉന്നയിക്കുന്നുള്ളൂ. ഇവിടെ കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ സ്വാഭാവികമായും മുല്ലപ്പെരിയാർ NCP അത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തിവരുന്ന സമരപ്രചരണ പരിപാടികളിൽ നമ്മൾ തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റിയും സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമരം ജനങ്ങളുടെ ജീവൻ, ജനങ്ങളുടെ സ്വത്ത് ഇവകൾ സംരക്ഷിക്കുന്നതിനുള്ള സ്വത്തരമായ നടപടി കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധമായും ഉത്തരവാദിത്തത്തോടുകൂടി നിർവഹിക്കണമെന്നും അതുവഴി കേരളത്തിലെ ജനങ്ങളെ മരണത്തിൽ നിന്നും മരണഭയത്തിൽ നിന്നും രക്ഷിക്കണമെന്നുള്ള ആവശ്യത്തിലാണ് നമ്മൾ ഇത്തരം സമരപരിപാടികളിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിവരുന്നത്. കൂടുതലായ കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 15-ാം തീയതി മുണ്ടക്കയം 35-ാം മൈലിൽ തുടങ്ങിവെച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഈ സമരം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി ശാശ്വതമായ പരിഹാരം കാണുന്നതോടും അതുവഴി മാത്രമേ ഈ സമരം അവസാനിക്കുകയുള്ളൂ. ഇങ്ങനെ ജനകീയമായ പ്രതിബദ്ധതയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിവരുന്ന സമരങ്ങൾക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ഞങ്ങൾക്ക് സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. ആ സ്വീകാര്യത ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ് NCPയെ കേരളത്തിന്റെ ജനത കാണുന്നതും അതിനെ അംഗീകരിക്കുന്നതുമുള്ള വസ്തുതയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഞാൻ കൂടുതലായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഇത്തരം സമരങ്ങൾ തുടർച്ചയായും ഉണ്ടാകും. ഈ സമരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ്. രാഷ്ട്രീയപരമായ നേട്ടത്തിന് വേണ്ടി എല്ലാവരും ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ജനങ്ങൾ, സാധാരണക്കാർ, ഭാവി തലമുറയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന ആളുകളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാനും ഭാവി തലമുറയിലേക്ക് പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ജനവിഭാഗങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കേരളത്തിന്റെ ഭാഗത്തു നിന്നും തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ സമരത്തിന്റെ വിവിധ രൂപങ്ങളിൽ വിവിധ കാലങ്ങളിൽ ഞങ്ങൾ നടത്തിവരുന്ന സമരം വിജയം നേടുന്നവരെ ഇത് തുടർന്നു പോകുമെന്ന് അതുവഴി കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ ജനങ്ങളുടെ ജീവിതോപാധികളെയും സംരക്ഷിക്കുമെന്ന ആവശ്യം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഈ സമരം ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.